വേടനെതിരെ വീണ്ടും ബി.ജെ.പി. രംഗത്ത്. വേടന്റെ പാട്ടിനെതിരെ എൻ.ഐ.എക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭ ബി.ജെ.പി. കൗൺസിലർ മിനി കൃഷ്ണകുമാർ. മോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, വേടനെതിരെ വീണ്ടും ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. ആര്യ, വേടനെതിരെ വീണ്ടും ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വേട്ടയാടലാണ് ബി.ജെ.പി. വേടനെതിരെ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിലറും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള മിനി കൃഷ്ണകുമാർ രംഗത്തെത്തിയിട്ടുള്ളത്. വേടന്റെ പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള വരികൾ ഉണ്ടെന്നും അതേപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിലാണ് വേടന്റെ പാട്ടിലെ വരികളെന്നും ആരോപിച്ചാണ് കേന്ദ്ര ഏജൻസിയായ എൻ.ഐ.എക്ക് മിനി കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി അയച്ചിട്ടുണ്ട്. വേടനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാതി അയച്ചിട്ടുള്ളത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയാണ് മിനി കൃഷ്ണകുമാർ. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വേടന്റെ പരിപാടി പാലക്കാട് കോട്ട മൈതാനത്ത് നടന്നിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടിയാണ് പാലക്കാട് നഗരസഭ, ബി.ജെ.പി. ഭരിക്കുന്ന നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വേടന്റെ പാട്ടിന്റെ ഭാഗമായി കോട്ട മൈതാനത്ത് ഉണ്ടായി എന്ന കാര്യമാണ് നഗരസഭ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കാരണം വലിയ ഒരു ജനക്കൂട്ടം തന്നെ വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പാലക്കാട് കോട്ട മൈതാനത്ത് എത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ബെഞ്ചും അതേപോലെ തന്നെ 2 വേസ്റ്റ് ബിന്നുകളും തകർന്നിരുന്നു. ഇതിനെതിരെയാണ് 1.5 ലക്ഷത്തിലധികം രൂപയുടെ പിഴ ചുമത്തിക്കൊണ്ട് സർക്കാരിനെതിരെ പിഴ ചുമത്തിക്കൊണ്ട് പാലക്കാട് നഗരസഭയും രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പട്ടികജാതി വകുപ്പായിരുന്നു. ഇവരോടാണ് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. വേടന്റെ പാട്ടിനെതിരെ എൻ.ഐ.എക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.